എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ വിഷയം 1202 ആണ്ട് പുതുവർഷ ഫലത്തെക്കുറിച്ചാണ്. പുതുവർഷ ഫലത്തിൽ മേടൻ രാശിക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് മേടൻ രാശിക്കാരുടെ ഈ കാലയളവിലെ പ്രധാനപ്പെട്ട ഗ്രഹനിലകൾ ഒന്ന് പരിശോധിക്കാം. അതായത് വ്യാഴം 4-ലും ശനി 12-ലും കേതു 5-ലും രാഹു 11-ലുമായിട്ടാണ് പ്രധാനപ്പെട്ട നീണ്ടകാലം നിൽക്കുന്ന ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത്. മേടൻ രാശിയിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികക്കാല് എന്നീ നക്ഷത്രങ്ങളാണ്. ഈ 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 4-ലെ വ്യാഴം വളരെ അനുകൂലമാണ്. ശനി 12-ലുണ്ട്, 7 ശനിയായിട്ട് നിൽക്കുന്നു. 5-ലെ കേതു അത്ര നല്ലതല്ല, 11-ലെ രാഹു നല്ലതാണ്. അപ്പോൾ പിന്നെ അതുകൂടാതെ 7 ശനിക്കാലമാണെന്നുണ്ടെങ്കിലും ഈ ജൂലൈ മുതൽ ഒരു ഡിസംബർ പകുതി കഴിയുന്നത് വരെ ശനി വക്രത്തിൽ പോകുന്നത് കൊണ്ട് ശനിദോഷം ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു കാലയളവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ മേടൻ രാശിക്കാരെ സംബന്ധിച്ച് പൊതുവിൽ ഗുണാനുഭവങ്ങൾ കൂടിയിരിക്കും. 1202 ആണ്ടിൽ സമ്പത്തും ഐശ്വര്യവും സൽകീർത്തിയും പ്രതീക്ഷിക്കാം. മേടൻ രാശിക്കാർ 7 ശനിയുടെ ദോഷങ്ങൾ ധാരാളം അനുഭവിച്ച് കടന്നു വരുന്നവരാണ്. പലതരത്തിലുള്ള പ്രയാസങ്ങൾ, കേസ്, വഴക്ക്, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അതെല്ലാം മാറിക്കിട്ടുന്ന വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ വർഷം ആഗതമാകുന്നത്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച്, ഉദ്യോഗം ആഗ്രഹിച്ച് ഉദ്യോഗത്തിന് വേണ്ടി ശ്രമിക്കുന്നവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഉദ്യോഗം ലഭിക്കും. വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാകും. കർമ്മപുഷ്ടി വളരെ നല്ല രീതിയിൽ അനുഭവപ്പെടുന്ന ഒരു വർഷമായിരിക്കും ഇത്. അവരവരുടെ കർമ്മ മേഖലകളിൽ അവരവരുടേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാനും പ്രശസ്തി, അംഗീകാരം, സാമ്പത്തികമായിട്ടുള്ള മേൽഗതി എല്ലാം ഉണ്ടാകുന്നതിനും അനുകൂലമായിട്ടുള്ള ഒരു വർഷമായിരിക്കും 1202 ആണ്ട്. വിവാഹം അന്വേഷിക്കുന്ന ചെറുപ്പക്കാർക്ക് വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഗൃഹം, വാഹനം ഇത്യാദി കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാകും. പുതുതായിട്ട് ഗൃഹം വാങ്ങാനോ അല്ലെങ്കിൽ ഗൃഹനിർമ്മാണം തുടങ്ങി പാതി വഴിയിൽ ഉപേക്ഷിച്ചൊക്കെ കിടക്കുന്ന പദ്ധതികളൊക്കെ പുനരാവിഷ്കരിക്കാനും അതൊക്കെ പൂർത്തീകരിച്ച് അതിൽ കയറി താമസിക്കാനും ഒക്കെ സാഹചര്യം ഒരുങ്ങുന്ന സമയമാണ്. പഴയൊരു വാഹനം മാറ്റി പുതിയൊരു വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാവുന്നതാണ്. കലാകാരന്മാർ, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും തീർച്ചയായിട്ടും കുറച്ച് കാലമായിട്ടുള്ള പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടാനും സാമ്പത്തിക നേട്ടങ്ങളും കുറേയും കൂടി അംഗീകാരങ്ങളും ഒക്കെ വന്നു ചേരുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കുറച്ച് കാലമായിട്ട്, പ്രത്യേകിച്ച് 1 വർഷമായിട്ട് തടസ്സപ്പെട്ട് കിടന്നിരുന്ന ആ ബിസിനസ് സംരംഭങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സമയമാണ്. പല നിലയിലും സാമ്പത്തിക നേട്ടങ്ങൾ വരും. പ്രത്യേകിച്ച് ഊഹക്കച്ചവടത്തിൽ നിന്ന്, അതായത് ഷെയർ മാർക്കറ്റ്, ട്രേഡിംഗ്, ലോട്ടറി മുഖേനയൊക്കെ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ വന്നു ചേരാനും ഈ രാശിക്കാർക്ക് യോഗമുണ്ട്. ഇവരെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ടത് 5-ലെ കേതു മനക്ലേശങ്ങൾക്ക് കാരണമാകുന്നതാണ്. മാനസികമായിട്ട് ചെറിയ സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകും. 7 ശനി കുറേ കാലം അകന്നു നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ഈ രാശിയിൽപ്പെട്ടവർ ചെയ്യേണ്ടത് ശനിയാഴ്ചകളിൽ അവരവരുടെ മതാചാരപ്രകാരം പ്രത്യേകം പ്രാർത്ഥനകൾ നടത്തുന്നത് ഇത്തരത്തിലുള്ള ദോഷങ്ങൾ കൂടി പരിഹരിച്ച് നല്ല ഒരു പുതുവർഷം അനുഭവിക്കാനുള്ള യോഗമുണ്ടാക്കി തരുന്നതിന് സഹായകമായി ഭവിക്കുന്നതും ആയിരിക്കും. മേടൻ രാശിക്കാർക്ക് സംബന്ധിച്ചിടത്തോളം ഇത് ചാരവശാലുള്ള അഥവാ ഗോചരാലുള്ള ഫലങ്ങളാണ് പ്രതിപാദിക്കുന്നത്. അവരുടെ ജനന ജാതകം കൂടി പരിശോധിച്ച് നല്ല ദശാകാലങ്ങളോ നല്ല ദശയിൽ നല്ല ഗ്രഹങ്ങളുടെ അപഹാരകാലങ്ങളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഫലങ്ങൾ പൂർണ്ണമായ തോതിൽ
അനുഭവത്തിൽ വന്നു ചേരുന്നതുമായിരിക്കും. മേടൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.